പ്രവേശിപ്പിക്കുകയില്ല, പഠിപ്പിക്കുകയില്ല. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രധാന സേവന മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്? ആതുര ശുശ്രൂഷയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഈ ഞങ്ങളുടെ ഈ പള്ളികളോട് ചേർന്നിട്ടുള്ള ഈ പഴയ നമ്മുടെ പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ അങ്ങനെയുള്ള തലങ്ങളിലെ വിദ്യാഭ്യാസവും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അഗതികളുടെ സംരക്ഷണം, അത് ഏറ്റവും ഒടുവിലായി ഈ എയ്ഡ്സ് രോഗബാധിതരായിട്ടുള്ള കുട്ടികളുടെ ഒരു സ്കൂള് ഞാൻ തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അവർ എന്താണ് ഇന്നസെൻറ്റ് ചിൽഡ്രൻ, 25ഓളം പേര് അവിടെയുണ്ട്. മറ്റു സ്കൂളുകളിൽ അവരെ പ്രവേശിപ്പിക്കുകയില്ല, പഠിപ്പിക്കുകയില്ല. ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിരപ്പങ്കോട് കേന്ദ്രമാക്കി ഞങ്ങളൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു 35ഓളം പേര് ഞങ്ങളൊരു ഹോസ്പിറ്റലുണ്ട് HIV അഫക്റ്റഡ് ആയ ആളുകൾക്ക് വേണ്ടി. ഹോസ്പിറ്റലിൽ അവർ താമസിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒരു സ്കൂളുണ്ട്. അപ്പം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തലങ്ങളിലൊക്കെ അവഗണിക്കപ്പെടുന്ന ആളുകളെ ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് പൂർണ്ണമായെന്നോ പരിപൂർണമാകുമെന്നോ ഒരു അവകാശം പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ സാധിക്കുന്നിടത്തോളം ഇങ്ങനെ ദുർബലരായ ആളുകളെ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആതുര സേവനവും വിദ്യാഭ്യാസവുമാണ് പ്രധാനപ്പെട്ട രണ്ട് സേവന മേഖലകൾ. ഓക്കെ, അപ്പോൾ ഈ മേഖലകളിൽ സഭയുടെ പ്രവർത്തനങ്ങൾ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സഭയാണല്ലോ. അപ്പോൾ സഭയ്ക്ക് രാഷ്ട്രീയമുണ്ടോ? സഭയ്ക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ സഭയ്ക്ക് ജീവനുണ്ടോ? അതായത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടി പൊളിറ്റിക്സ് ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. രാഷ്ട്രീയമില്ലാത്ത ഒരു മനുഷ്യനെയും ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ്, നേഷൻ ബിൽഡിംഗ് പ്രോസസ്. ഇതിൽ നമ്മുടെ ഗാന്ധിജി മുതൽ ഇവിടുത്തെ ഒരു ചെറു ബാലൻ വരെ ഇൻവോൾവാണ്. അപ്പോൾ ഗാന്ധിജിക്ക് രാഷ്ട്രീയമുണ്ടോ? ഉണ്ട്. പക്ഷേ ഗാന്ധിജിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ കെട്ടുപണിയിൽ എനിക്ക് താല്പര്യമുണ്ടോ, നിയോഗമുണ്ടോ? എനിക്ക് നിയോഗമുണ്ട്. ദൗർഭാഗ്യവശാൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കുത്തകയാണ് എന്നുള്ള മിഥ്യാധാരണയാണ്. എനിക്ക് രാഷ്ട്രീയം പറയണമെങ്കിൽ ഒന്ന് ഞാൻ കോൺഗ്രസ് പറയണം, അല്ലെങ്കിൽ കമ്മ്യൂണിസം പറയണം, അല്ലെങ്കിൽ BJP പറയണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പറയണം, എങ്കിലേ രാഷ്ട്രീയമാവുകയുള്ളൂ എന്നാണ് നമ്മുടെ പൊതുവായ ഒരു തെറ്റിദ്ധാരണ. എനിക്കതിനോട് വിയോജിപ്പാണ്. രാഷ്ട്രീയമുണ്ട്, എന്നാൽ പാർട്ടി പൊളിറ്റിക്സ്, അതായത് രാഷ്ട്രീയ പാർട്ടികളല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ചില പ്രമേയമല്ല രാഷ്ട്രീയം. അതിൽ രാഷ്ട്രീയം കാണാം. ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായും കുറച്ചുകൂടി സ്ഥായിയായിട്ടും ചിന്തിക്കാൻ നമ്മുടെ സമൂഹം പഠിക്കണമെന്നുള്ളതാണ്. അതായത് സഭയ്ക്ക് രാഷ്ട്രീയമുണ്ടോ? സഭയ്ക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ സഭ കക്ഷി രാഷ്ട്രീയത്തിലല്ല. ശ്രദ്ധിക്കുക,
പാർട്ടി പൊളിറ്റിക്സിലല്ല. അല്ല, കേരളത്തിലെ സാഹചര്യത്തിൽ ഉവ്വ. കക്ഷി രാഷ്ട്രീയം അതിന്റെ ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സഭ ആത്മീയ കാര്യങ്ങളിൽ സഭാമക്കളെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലും സാഹചര്യം അനുസരിച്ച് അതിന് മുൻകൈ എടുക്കേണ്ടതല്ലേ? അപ്പൊ ഞാൻ പറയുന്ന വിഷയം, സഭ ഇന്ന പാർട്ടിയുടെ കൂടെയാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം സഭയ്ക്ക് രാഷ്ട്രീയമുണ്ട്. അതായത് ഞാൻ പറഞ്ഞാൽ, അപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് സഭ എപ്പോഴും UDF അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയും. ഈ പ്രസ്താവന പറയുമ്പോൾ തന്നെ UDF ഭരിക്കുമ്പോൾ UDF തിരുത്താനോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വയ്ക്കാനോ അല്ലെങ്കിൽ ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയുവാനോ സഭയ്ക്ക് കഴിയണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു രാഷ്ട്രീയമാണ് സഭ അവലംബിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ കൊടി പിടിക്കാനുള്ള ഒരു പോഷക സംഘടനയായി സഭ അധപ്പതിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അതിൽ എനിക്ക് താല്പര്യമില്ല, സഭയ്ക്ക് അതിൽ താല്പര്യമില്ല. അതായത് ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇന്ന ധാർമ്മികമായ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അപ്പം ഇത് പറയണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു നയം, ഒരു ദർശനമാണ് സഭ അവലംബിക്കേണ്ടത്. പക്ഷേ ഇത് വളരെ വളരെ കയറി ഇറങ്ങി കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആ സർക്കാർ സഭയുടേതല്ലെന്ന് പറയാൻ പറ്റുമോ? സഭ എവിടെ പോവും? കോൺഗ്രസ് ഭരിക്കുമ്പോൾ അത് സഭയുടേത് അല്ല എന്ന് പറയാനോ ആണെന്ന് പറയാനോ പറ്റുമോ? അപ്പോൾ ഇതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ ചിന്ത, അതായത് എ പൊളിറ്റിക്കൽ വിഷൻ ഈസ് ഇംപെരറ്റീവ്. ഇവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. സഭാമക്കളോ സഭാ നേതൃത്വമോ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ കക്ഷി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ പരാതി. അതിൽ സത്യമുണ്ടാകട്ടെ, അതിൽ ആരോപണമായി നിൽക്കട്ടെ, എന്തായാലും ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. അതായത് നമ്മളുടെ കൺസേൺ അല്ലെങ്കിൽ സഭയുടെ കൺസേൺ ഈ പാർട്ടിയുടെ വളർച്ചയല്ല. സഭയുടെ കൺസേൺ ഈ ദേശത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റാണ്, രാഷ്ട്ര നിർമ്മാണമാണ് നമ്മുടേത്. ഞാൻ പറഞ്ഞത് ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയം പറയാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ കേരള സമൂഹത്തിന് വരണം. അതായത് അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതും BJP പറയുന്നതും മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം. അല്ല, ഇതാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ ഒരു 5 വർഷക്കാലം സഭകൾ, പ്രത്യേകിച്ച് പുരാതന സഭകളും കത്തോലിക്ക സഭകളും വളരെ ശക്തമായി തന്നെ, ഇപ്പോൾ പിതാവ് പറഞ്ഞതിന്റെ ഒരു കാര്യത്തോട് തന്നെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫൈറ്റോട് കൂടിയായിരുന്നു സഭകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ആതുര മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഭകളായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രവർത്തന വ്യത്യാസമുണ്ടായിരുന്നു ഇടതുപക്ഷ സർക്കാരുമായിട്ട്. പുതിയ സർക്കാർ വന്നു. പക്ഷേ പുതിയ സർക്കാരിന്റെ നേതൃത്വവും ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇന്നും ഇന്നലെയും ഒക്കെ തന്നെയായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്റർ ചർച്ച് കൗൺസിൽ ഈ പുതിയ സർക്കാരിനെ വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൽ പിതാവിന്റെ ഒരു അഭിപ്രായം? ഞാൻ അഭിപ്രായം കേട്ടില്ല. എൻ്റെ അതിനെക്കുറിച്ചുള്ള നിരീക്ഷണം, ഒരു കത്തോലിക്ക മേലധ്യക്ഷൻ എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ ഭാരതത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള എൻ്റെ അവകാശം ഞാൻ കോൺഗ്രസ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ BJPക്കോ
എഴുതി കൊടുത്തിട്ടില്ല, കൊടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതായത് ഇങ്ങനെ സംസാരിക്കാവൂ എന്ന ഒരു പാർട്ടിയുടെ നിയന്ത്രണം സ്വീകരിക്കാൻ